ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. 78ാം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചില തോട്ടുകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനായി ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. അപ്പോൾ ഓഗസ്റ്റ് 15 നമ്മൾ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഞാൻ ഓസ്ട്രേലിയയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ സ്വാതന്ത്ര്യദിനം, ഇന്നിപ്പം ശനിയാഴ്ചയാണ്, ഓഗസ്റ്റ് 16. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ റൈറ്റപ്സും ടി വിയും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് എന്ന് ചിന്തിക്കുകയാണ്. നമുക്ക് ഒരു യാത്ര പോകുമ്പോൾ ഒരു റോഡ് ക്ലോസായി, ആ റോഡിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ പറയാം, ഓക്കെ ഇന്ന് ഈ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് നാളെ തിരിച്ചു വരാൻ പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മനോവിഷമം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു തടസ്സം, നമുക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭംഗം ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഇച്ഛാഭംഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് കാലത്തുള്ള നമ്മുടെ പൂർവികന്മാർ എത്രമാത്രം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? വളരെയധികം ബലിദാനങ്ങളും വളരെയധികം സമരങ്ങളും ഒക്കെ ചെയ്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത്. എന്നാൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓസ്ട്രേലിയയിൽ സ്വാതന്ത്ര്യ ദിനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിൽ ആക്ച്വലി സ്വാതന്ത്ര്യ ദിനം ഇല്ല എന്ന് തന്നെ പറയാം. ഓസ്ട്രേലിയയിൽ പക്ഷേ റിപ്പബ്ലിക് ഡേ ഉണ്ട്. റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ജനുവരി 26, നമ്മുടെ ജനുവരി 26 തന്നെയാണ് ഓസ്ട്രേലിയയുടെയും റിപ്പബ്ലിക് ഡേ. എന്തുകൊണ്ടാണ് ജനുവരി 26 ഓസ്ട്രേലിയ റിപ്പബ്ലിക് ഡേ കൊണ്ടാടുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പൊതുവെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി കുറേ നാളുകൾക്ക് മുമ്പ് വായിക്കുകയും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റീസൺ എന്നെനിക്ക് മനസ്സിലായത്. അതായത് 1786 ജനുവരി 26 ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇംഗ്ലണ്ടിൻ്റെ ഒരു കപ്പൽ വ്യൂഹം വന്നിറങ്ങിയത്. അന്ന് അവർ ഓസ്ട്രേലിയ കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷത്തിന് ബേസ് ചെയ്തിട്ടാണ് അവർ ആ റിപ്പബ്ലിക് ഡേ കൊണ്ടാടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇവർ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി ഗോത്രങ്ങളും അബോറിജിനൽസും ഒക്കെ അവർ ഈ ദിവസത്തെ കാണുന്നത് ഇൻവേഷൻ ഡേ ആയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കിയ ഡേ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികൾ, അതായത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഓരോ വ്യക്തികളും അബോറിജിനൽ അല്ലെങ്കിൽ ആദിവാസി ഗോത്രങ്ങളായിരുന്നു എന്നറിയാം. എന്നാൽ ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം വലിയ ഗ്രൂപ്പുകളായിരുന്നില്ല. അതായത് 3-4 ഫാമിലികൾ കൂടുന്ന ചെറിയ ഒരു ഗ്രൂപ്പ് ഒരിടത്ത് താമസിക്കുന്നു. അവർക്ക് വേട്ടയാടാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെയുള്ള ഒരു എളുപ്പത്തിന് അവർ കൂടെ നിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വളരെ ഈസി ആയിട്ട് ബ്രിട്ടൻ പോലെയുള്ള വളരെ ആധുനികമായ, അക്കാലങ്ങളിൽ ഏറ്റവും ആധുനികമായിരുന്ന പടക്കോപ്പുകളും യുദ്ധസന്നാഹവും ഉണ്ടായിരുന്ന ബ്രിട്ടൻ പോലെ ഒരു കൺട്രിക്ക് വളരെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചു. അതിനുശേഷം ഇവരെ പിടിച്ചുകെട്ടി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അവർ ഈ ദിവസത്തെ ഇൻവേഷൻ ഡേ ആയിട്ടാണ് കാണുന്നത്. ഞാൻ റിപ്പബ്ലിക് ഡേയുടെ കാര്യമാണ് ഇനി പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഓസ്ട്രേലിയക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവിടുന്ന് അന്ന് വന്ന ബ്രിട്ടീഷേഴ്സാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് കാലം മുമ്പോട്ട് പോയതോടെ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ളതേ ഉള്ളൂ. എന്നിരിക്കലും ഇവിടെ ഉള്ളത് ഒരു 70-80% ബ്രിട്ടീഷേഴ്സാണ്. ഇപ്പോൾ ഒത്തിരി ഇമിഗ്രൻസ് ഒക്കെ വന്ന് കയറുന്നതുകൊണ്ട് പോപ്പുലേഷനിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്നിരിക്കലും ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ ഒരു ഫെഡറേഷനായിട്ട് ഓസ്ട്രേലിയയിലെ പ്രഖ്യാപിച്ചത് 1901 ഓസ്ട്രേലിയ ഒരു ഫെഡറേഷനായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ ഫെഡറേഷനായിട്ടുണ്ടായിരുന്ന സമയത്തും ബ്രിട്ടീഷിൻ്റെ ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയ ഒരു ജയിലുകളുടെ സ്ഥലമായിരുന്നു. അതായത് ഓസ്ട്രേലിയയിൽ ജയില് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ജയിൽ ചാടി എന്ന് പറഞ്ഞാലും ഇവിടുന്ന് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല, ഈ കൺട്രി തന്നെ കിടക്കും. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള കുറ്റവാളികളെയും വളരെ കൊടിയ ശിക്ഷകൾ അനുഭവിക്കാനുണ്ടായിരുന്ന കുറ്റവാളികളെയും ഒക്കെ കൊണ്ടുവന്ന്
പാർപ്പിച്ചിരുന്ന ഒരു ജയിലായിരുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഭാവിയിൽ അവരുടെ ഫാമിലിയും ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷേഴ്സും അവരുടെ എക്സ്പാൻഷനും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇതൊരു നല്ല കൺട്രി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് വലിയ ഒരു തോതിൽ ആൾക്കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഓസ്ട്രേലിയയിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യമായിരുന്നു, കാരണം ഇത്രയും ലാൻഡ് ഉള്ളതുകൊണ്ട് ക്യാറ്റിൽ കൃഷി ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ബ്രിട്ടൻ പോലെ ഒരു കൺട്രിയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പശുക്കളെ വളർത്തുക, അവയ്ക്ക് മാംസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടും ഇവിടുന്ന് അതിനുശേഷം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഒക്കെ ഇവിടെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് അവർ മനസ്സിലാക്കിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ലാൻഡുണ്ട്, പുല്ലുണ്ട്, അവിടെയെല്ലാം വളരുന്നത് അത്യാവശ്യം ഈ പറയുന്ന പോലുള്ള വലിയ ഉപദ്രവകാരികളായ ജീവികളൊന്നുമില്ല. അതായത് സിംഹം, പുലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കാടുകളൊക്കെ സുരക്ഷിതമാണ്. ഇവർ ഒരു വളപ്പ് മുഴുവൻ അടച്ചു കെട്ടിയിട്ട് അതിനകത്ത് പശുക്കളെ വളർത്തുന്ന പരിപാടിയായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ വൺ ഓഫ് ദ ലീഡിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കാറ്റിൽ ഇൻഡസ്ട്രി തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അടുത്തൊക്കെ ഇതിൻ്റെ ഷെഡുകളുണ്ട്, ഇതിനെ വിൽക്കുന്ന ഷെഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് കാറ്റലിനെ വലുതായിട്ട് കൊണ്ടുവന്ന് അതിനെ അവിടെ കയറ്റി അതിന് ലേലം ചെയ്ത് അതിനെ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് ആടിൻ്റെ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ഫലഭൂയിഷ്ടമായിട്ടുള്ള രാജ്യം, അവരുടെ സകല കാര്യങ്ങളും നടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറി. മാത്രമല്ല അബോറിജിനൽസിന് ഇവിടെ ഉണ്ടായിരുന്നവരെ ഇവർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി അടിമച്ചന്തകളിലും വിൽക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെ മുഴുവൻ അവർ പിടിച്ചു കെട്ടി അടിമയാക്കി ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇവിടുത്തെ സെർവൻസ് ആയിട്ടും അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇൻവേഷൻ ഡേ ആണെന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ 1986 ഓസ്ട്രേലിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു ബില്ല് മുഖാന്തരമായി കംപ്ലീറ്റ്ലി ബ്രിട്ടനുമായിട്ടുള്ള കണക്ഷൻസ് അവർ വിട്ടത്. എന്നിരിക്കലും ഞങ്ങൾ വന്ന സമയങ്ങളിലൊക്കെ ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ രാജ്ഞി ഇവിടെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷം ഇവിടുത്തെ ആൾക്കാർ, കാരണം ബ്രിട്ടീഷ് വംശജരാണല്ലോ ഇവിടെ കൂടുതലുള്ളത്, അപ്പോൾ അവർ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അവരെ കാണാൻ പോയി, ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് കാണാൻ പോവുകയൊക്കെ ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, ഒത്തിരി നാൾ മുമ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വാതന്ത്ര്യം എന്ന ആശയം എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടും വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മളെ പിടിച്ചു കെട്ടി ലിറ്ററലി കയ്യും കാലും കെട്ടി എവിടെയെങ്കിലും ഒരിടത്ത് ഇടുന്നതിനെ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയേണ്ടി വരും. എന്നാൽ നമുക്ക് നിയമം മുഖാന്തരം നമ്മളെ തടസ്സമാക്കി വെക്കുന്നതിന് സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് വ്യക്തിഗത സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് പറയണമെന്നുണ്ട്. അതായത് പലപ്പോഴും ഞാനിവിടെ വരുമ്പോൾ എല്ലാവരും കണ്ടിരിക്കുന്ന, ഇന്ത്യൻസിൽ എസ്പെഷ്യലി കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് അവർ ജോലി ചെയ്ത് ലൈഫ് ലോങ് ജോലി ചെയ്ത് ജീവിക്കുക, എന്നിട്ട് കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, എന്നിട്ട് മരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്തെത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ല ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ജോലി വീട് എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് വീടുകൾ മേടിക്കുക എന്നുള്ളത്. എനിക്കറിയാവുന്ന ഒത്തിരി അധികം ആൾക്കാർ പല വീടുകൾ മേടിച്ച് കൂട്ടുന്ന പരിപാടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നാട്ടിലൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മളത് ബാങ്കിലിട്ടതിന് ശേഷം സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും അതിൻ്റെ പലിശ നമ്മൾ മേടിക്കും. അതുകൊണ്ട് താമസിക്കുന്ന പരിപാടിയാണ്. ഇവിടെ പലിശ നമ്മൾ അതുപോലെ ബാങ്കിലിടുകയാണെങ്കിൽ കിട്ടുന്ന പെർസെൻറ്റേജ് വളരെ കുറവായതുകൊണ്ട് പൊതുവെ ഓസ്ട്രേലിയൻസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, വീടുകൾ കൂടുതൽ മേടിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇടുകയാണെങ്കിൽ, അല്ലെ ഇപ്പോൾ ഒരു $50,000 അല്ലെ $100,000 അല്ലെ $1 ലക്ഷം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജോലി ചെയ്ത് വേണം അത് ഉണ്ടാക്കാൻ കേട്ടോ. ആദ്യം കുറച്ച് നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ.
അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അതാണ് ഈ അടുത്ത സ്റ്റെപ്പ് ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. എല്ലാവരും രാവിലെ ജോലിക്ക് പോകും, തിരിച്ചു വരും, ജോലിക്ക് പോകും, തിരിച്ചു വരും. അത് മാത്രമേ അവരുടെ ഫോക്കസ് ഉള്ളൂ. എൻ്റെ ഒത്തിരി കൂട്ടുകാരുണ്ട് അങ്ങനെ തന്നെ ജീവിക്കുന്നവർ. എന്നാൽ ഈ ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു 4-5 വർഷം വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു 2 വർഷം വർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കുക. ഒരു 1 ലക്ഷം രൂപ ഉണ്ടാക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ $1 ലക്ഷം ഉണ്ടാക്കുക. ആ $1 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു വീട് മേടിക്കുക. ഈ വീടിൻ്റെ മോർഗേജ് നമ്മൾ വീട് മേടിക്കുക എന്ന് പറയുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്, അല്ലാതെ നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വീടിൻ്റെ വില. അപ്പോൾ അങ്ങനെ മേടിച്ചതിന് ശേഷം നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞിട്ട് ഇത് റീഫിനാൻസ് ചെയ്യണം. അപ്പോൾ ഈ 1 വർഷം അല്ലെ 2 വർഷം കൊണ്ട് നമ്മൾ പൈസ അടച്ച എമൗണ്ട് ഒന്ന്, അത് പലതും ആദ്യത്തെ ഇൻട്രസ്റ്റിലേക്കേ പോകത്തുള്ളൂ, മെയിൻ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകത്തില്ല, ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് പോകത്തില്ല. ആദ്യം അങ്ങനെ കുറച്ച് പൈസ അടയ്ക്കുമല്ലോ, എന്താണ് ആ കുറച്ച് പൈസ അടയ്ക്കുന്ന എമൗണ്ട്, പിന്നെ 1 വർഷം കൊണ്ട് നമുക്ക് ലാൻഡിന്, ഈ 2 വർഷം കൊണ്ട് ലാൻഡിനുണ്ടാകുന്ന ഹൈപ്പ്, അതായത് ലാൻഡിൻ്റെ വില മാത്രമേ സ്റ്റഡി ആയിട്ട് മുകളിലോട്ട് പോകുന്നുള്ളൂ. ഒരിക്കൽ പോലും ലാൻഡിൻ്റെ വില താഴോട്ട് പോയിട്ടില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ലാൻഡിലാണ് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ല കാര്യം. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കി ആദ്യം ഒരു വീട് മേടിക്കുക. ആ വീട് മേടിച്ചതിന് ശേഷം ഒരു 2 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു വീട് മേടിക്കുക. ഈ വീടിൻ്റെ മോർഗേജ് പൊതുവെ ഈ പറയുന്ന റെൻറ്റ് കൊടുക്കുകയാണല്ലോ ഇവിടെ പതിവ്. ആദ്യമായിട്ട് വന്ന് എല്ലാവരും റെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, എപ്പോഴും റെൻറ്റ് കിട്ടും. പക്ഷേ നമ്മൾ മേടിക്കുന്ന വീടുകളെല്ലാം അതുപോലെ കണ്ണായ സ്ഥലത്ത് മേടിക്കണം എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഈ പറയുന്ന പെർത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൾനാടിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ പോയി, ഇപ്പം കൽഗോരി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അത് വളരെ ഉള്ളിലുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ പോയി നിങ്ങൾ സ്ഥലം മേടിക്കുകയാണെങ്കിൽ, ഒരു വീട് മേടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 100,000 തന്നെ ഫുള്ള് വീട് കിട്ടും. വേറെ ഒന്നും വേണ്ട, 100,000 കൊടുക്കുന്നു, വീട് കിട്ടുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും ഇതിന് 100,000 വില കാണത്തുള്ളൂ, ചിലപ്പോൾ കുറയാൻ വരെ സാധ്യതയുണ്ട്. അതാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വീട് മേടിക്കുന്നതിന് അങ്ങനെ തന്നെ മേടിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ വീട് മേടിക്കുക. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്തിന് നമുക്ക് ഒരു റൈസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു $5 ലക്ഷം ഇത് മേടിച്ചതെങ്കിൽ ഒരു 2 വർഷത്തിന് ശേഷം എന്നാ കളി കളിച്ചെന്ന് പറഞ്ഞാൽ ഒരു $6 ലക്ഷം അല്ലെ $5.5 ലക്ഷം $6 ലക്ഷം വിലയുണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തിനെ നമ്മൾ വീണ്ടും റീഫിനാൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ $6 ലക്ഷം റീഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ബാങ്ക് നമുക്ക് തരുന്നത് $6 ലക്ഷം. ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിന് നമ്മൾ കൊടുക്കേണ്ടത് ചിലപ്പോൾ $4.5 ലക്ഷം വല്ലതും ആയിരിക്കും. ബാക്കിയുള്ള $1,50,000 നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വേറെ വീട് മേടിക്കാം. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി ഒരു 15 വർഷം കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വെച്ചാൽ, അതായത് ഒരു 3 വർഷം 4 വർഷത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ഒരു 5 വീട് 15 വർഷത്തിനുള്ളിൽ മേടിക്കുകയാണെങ്കിൽ 15ാമത്തെ വർഷം നിങ്ങൾക്ക് ഇത് ഓരോന്ന് വിറ്റ് തുടങ്ങാം. അതായത് ആദ്യം മേടിച്ച വീട് വിറ്റിട്ട് അതിൻ്റെ എമൗണ്ട് ടോട്ടലായിട്ട് ഈ പറയുന്ന വീടുകളിലേക്ക് ഇടുക. ഇപ്പോൾ 16ാമത്തെ വർഷം 17ാമത്തെ വർഷം രണ്ടാമത് മേടിച്ച വീട്, അല്ലെ ഏതാണ് ഏറ്റവും വില കിട്ടുന്ന വീട്, അത് മേടിക്കുക, അത് വിൽക്കുക, അത് വിറ്റിട്ട് അതിന് കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ട് ബാക്കിയുള്ള വീടുകളിലേക്ക് അടയ്ക്കുക. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു 16-17 വർഷം ഇത് കറക്റ്റായിട്ടൊന്ന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. 16-17-18 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ട് 2 വീട് കിട്ടും. ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർഗേജ് അടയ്ക്കേണ്ടാത്ത 2 വീട് കിട്ടും എന്നുള്ളതാണ് കണക്ക്. ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫിനാൻഷ്യലി സ്വതന്ത്രമാകാം. ഒരു ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മറ്റേ വീട്ടിൽ നിന്നുള്ള റെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഈ പറയുന്ന പോലെ ചില്ലറ എമൗണ്ട് ഒന്നുമല്ല. കുറഞ്ഞത് ഒരു നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വെച്ചൊക്കെ റെൻറ്റ് കിട്ടും. അപ്പോൾ നല്ല സ്ഥലത്തായിരിക്കണം. അതായത് നല്ല സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. നല്ല വീടുകളിലെ നല്ല ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള വീടുകൾ, അല്ലെങ്കിൽ ടൗണിനടുത്തുള്ള വീടുകൾ, ടൗണിൽ നിന്ന് ഒത്തിരി ദൂരമല്ലാത്ത വീടുകൾ, നമ്മൾ റെൻറ്റ് എവിടെ ഏറ്റവും കൂടുതൽ കിട്ടും എന്നുള്ളത് നോക്കി മേടിക്കുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിസർച്ച് ചെയ്യാൻ പറ്റിയ പരിപാടികൾ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഈ പറയുന്ന 20 വല്ല 15 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഫുൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വളരെയധികം ആൾക്കാർക്ക് ഞാൻ വന്ന കാലം തൊട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞു വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 മേനി വിളവ് ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ 100 മേനി? ഇതുകൊണ്ട് എന്താണ്, വിളവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് തെറ്റായിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് ശരിയായിട്ടുള്ള ഉപയോഗം എന്താണ് നമ്മളത് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് 100 മേനി എന്നുള്ളതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും തെറ്റായി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് 100 മേനി എന്ന് പറയുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം ആൾക്കാർ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ 100 മേനി എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, പറ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ നെല്ല് അളക്കുന്നതെന്നറിയാം. അപ്പോൾ ഒരു പറ നെല്ലിന് നമുക്ക് 100 പറ കൊയ്ത് കിട്ടുമ്പോഴത്തേന് അതിന് 100 മേനി എന്ന് പറയാം. ചിലയിടത്ത് ഇങ്ങനെ ഗൂഗിളിൽ പലയിടത്തൊക്കെ ഞാൻ സെർച്ച് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയാം, എങ്കിലും അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നെല്ലിൽ, ഒരു നെൽക്കതിരിൽ എത്ര അരിമണികളുണ്ടെന്ന് എണ്ണി നോക്കി അത് വെച്ചിട്ടും പറയുന്നു. അതായത് 60 അരിമണികളാണെങ്കിൽ അതിന് 60 മേനിയെന്നും, 80 അരിമണികളാണെങ്കിൽ 80 മേനിയെന്നും, 100-100ൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിന് 100 മേനിയും എന്ന് പറയുന്നെന്ന് ഉള്ള ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കണ്ടു. എനിക്കറിയില്ല അത് ശരിയാണോ എന്നുള്ളത്, ഞാനത് കേട്ടിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ ഒരു പറയ്ക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്നത് 100 പറ നെല്ലാണെങ്കിൽ അതിന് 100 മേനി എന്ന് പറയാം. ഈ കാലഘട്ടങ്ങളിൽ ഇത് തെറ്റായി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ല. ചില സ്ഥലത്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 100 മേനി വിജയം എന്ന്. അത് വളരെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ്. നെല്ലിന് വേണ്ടി മാത്രമേ നമ്മളിത് ഉപയോഗിക്കത്തുള്ളൂ 100 മേനി എന്നുള്ളത്. 100% എന്നുള്ളത് പറഞ്ഞാൽ 100% എന്ന് തന്നെ പറയണം. 100% വിജയം എന്ന് തന്നെ പറയണം. 100 മേനി വിജയം എന്നല്ല പറയേണ്ടത്. അപ്പോൾ അടുത്ത തവണ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, അല്ലെ അടുത്ത തവണ ഇത് കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിൽ ഓർമ്മ വരുമല്ലോ. അപ്പോൾ നാളത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ മുരടനക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മുരടനക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നതിനാണ് മുരടനക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള പദത്തിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അറിയാമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ലെങ്കിൽ നാളെ നോക്കാം. ഈ ഫൈനാൻഷ്യൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഓസ്ട്രേലിയയിൽ അങ്ങോളം ഇങ്ങോളമായി നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് അക്കോമഡേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് എനിക്കുണ്ട്. അപ്പോൾ അതിൽ കൂടി ആയിരക്കണക്കിന് കുട്ടികൾ ഇതിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട്, പലരുടെയും അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ ഇപ്പം ബാംഗ്ലൂരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നാട്ടിൽ ബാംഗ്ലൂരും അല്ലെ ഈ ചെന്നൈയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ പബ്ബുകളുണ്ട്. അതായത് പോവുക, 2 ബിയർ അടിക്കുക, ഡാൻസ് ചെയ്യുക, തിരിച്ചു പോരുക എന്നുള്ളത്. പക്ഷേ ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയുണ്ട്. എന്നിരിക്കലും ഓസ്ട്രേലിയയിൽ അതിനൊരു മെത്തേഡിക്കലായിട്ട് ഇച്ചിരൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് ഇച്ചിരൂടെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലെ പോലെ അറേഞ്ച്ഡ് മാരേജോ പിതാക്കന്മാർ പോയി പങ്കാളിയെ കണ്ടുപിടിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ അവർ ഭയങ്കര എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഭയങ്കര ക്രൂവലാണ്, ഭയങ്കരമായി അതിനെ എതിർക്കുന്ന വ്യക്തികളാണ് ഓസ്ട്രേലിയൻസ്. ഇപ്പോൾ നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഇംഗ്ലീഷുകാരാണെങ്കിൽ അവർ ശരിയായിട്ട് പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുമെന്ന് വേണേൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് ഒരു പങ്കാളിയെ അവർ കിട്ടാൻ അവർ ശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന പബ്ബുകൾ എന്ന് പറയുന്നത്. അതായത് സിംഗിളായിട്ടുള്ള ഓരോരുത്തരും പോവുകയും അവിടെ വെച്ച് ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും പരിചയമാകുകയും അതിൽ നിന്ന് ബന്ധങ്ങൾ ഉണ്ടായി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് ഇന്നല്ല കേട്ടോ, വർഷങ്ങളായി, അതായത് 1700-കൾ തൊട്ട് അല്ലെ അതിന് മുമ്പ് തൊട്ട് 1700-കൾ തൊട്ടുള്ള ചരിത്രങ്ങളിൽ അത് കാണുന്നുണ്ട്. എന്നാൽ അതിന് മുമ്പ് തൊട്ടുള്ള സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഈ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ അവർ ഈ നെറ്റിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പോയി പലരെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും, പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും.
അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഇവിടുത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ഫ്ലാഗുകൾ, റോങ് ആയിട്ടുള്ള ഫ്ലാഗുകളൊക്കെ അവർ, അതായത് റെഡ് ഫ്ലാഗൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവർക്കറിയാം അതിൻ്റെ ടൈപ്പും മെത്തേഡും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതൊന്നും അറിയാതെ ഈ കുട്ടികൾ പലപ്പോഴും പോയി അപകടങ്ങളിൽ പെടുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഞാൻ വിട്ട ഒരു കുട്ടി എന്നെ ഒരിക്കൽ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 പേര് കൂടി പബ്ബിൽ പോയതാണ്. പബ്ബിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവൾ കൂട്ടുകാരുടെ കൂടെ വന്നതുകൊണ്ടും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവരതിന് സമ്മതിച്ചില്ല. അപ്പോൾ അവരോട് പോകാൻ പറഞ്ഞിട്ട് ഇവൻ പോകാതെ വന്നു. എന്നിട്ട് ബൗൺസേഴ്സിനെ വിളിച്ച് ഇവനെ വെളിയിലാക്കി. ഇവരെ വെളിയിലാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമായത്. ഇവളുടെ കൂടെ ഒരു 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങി വന്നിട്ട് ഈ പയ്യനെ അടിച്ചങ്ങ് ഷേപ്പ് മാറ്റി. നാട്ടിലിരിക്കുന്ന അപ്പനും അമ്മയും ഇത് വല്ലതും അറിയുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നം. അടുത്തത് ഇപ്പം നിങ്ങളൊക്കെ കാണുന്നുണ്ടാകും, UK ഇപ്പോൾ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്നത് കാണുന്നുണ്ടാകും. കാരണം ഈ പോലീസൊക്കെ വല വിരിച്ച് നോക്കിയിരിക്കുക. ഇവിടെ AFP എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. അവരൊക്കെ ഇത് വല വിരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് UK ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയയിലും അവർ പ്രിക്കോഷൻസ് എടുത്തുള്ള. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതേ ഉള്ളൂ. അതായത് ഇവിടെ ഈ ശിശുക്കളുടെ, അതായത് ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഉണ്ടായി വരുമ്പം തന്നെ ഐഫോണിലേക്കാണല്ലോ വരുന്നത്, അല്ലെ ഫോണുകളിലേക്കാണല്ലോ വീഴുന്നത്. അപ്പോൾ അവർക്ക് ഫോണിലെ കാര്യങ്ങൾ മുഴുവൻ അറിയാം. ഒരു പ്രായം എത്തുമ്പോഴത്തേന് തന്നെ അപ്പൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണേലും, അല്ലെങ്കിൽ അവർക്ക് ഫോണൊന്നും മേടിക്കാൻ ഇവിടെ വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഫോണൊക്കെ മേടിച്ച് പയ്യെ അവർ ഓൺലൈൻ വഴി ചാറ്റിങ്ങും ഡേറ്റിങ്ങും പരിപാടിയൊക്കെ തുടങ്ങും. ഇവർക്ക് മൈനേഴ്സ് ആയിരിക്കും. അപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർ ഇതുപോലുള്ള പല ആപ്പുകൾ വഴിയും കയറി അവരുമായിട്ട് സംസാരിച്ച് അവരെ കാണാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത് പോലീസുകാരാണെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പം ധാരാളം വരുന്നുണ്ട്. ഒരു 90% പിടിക്കുന്ന ഇന്ത്യക്കാരെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ തമാശ. അത് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ വരെ, എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറയുന്ന വീഡിയോസ് ഇവനൊക്കെ എന്നത്തിന് കേടാണ് ഓർക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും പോയി ഇതുപോലുള്ള അപകടങ്ങളിൽ പെടുന്നതെന്നുള്ളത് ഞാൻ പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാരെക്കാളും വലിയ ഓസ്ട്രേലിയൻസായി മാറുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ നിൽക്കേണ്ടടുത്ത് നിന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോരുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർ കള്ളു കുടിക്കാനും അതിനും ഇതിനുമൊക്കെ വിളിച്ചുകൊണ്ട് പോവും. ഇവിടെ എൻ്റെ അറിവിൽ ഇവിടെ ഈ പറയുന്ന കഞ്ചാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ലഭിക്കുമെന്നാണ് പിള്ളേർ തന്നെ പറഞ്ഞുള്ള അറിവ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ പോയി പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അത് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ സ്വാതന്ത്ര്യം അവർ ആഘോഷിക്കുന്നത് അവർ വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞു വന്നെന്നുള്ളത്. എനിവേ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.